ഇപ്പോൾ 24 സ്റ്റഡി അബ്രോഡിന്റെ നേതൃത്വത്തിൽ വിജയദശമി ദിനത്തിൽ വിദേശ പഠനത്തിന് വിദ്യാരംഭം കുറിക്കുകയാണ്. വിദേശ സർവകലാശാലകളിൽ ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്ന സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് സൗജന്യ ഓൺലൈൻ IELTS PT പരിശീലനമാണ് നൽകുന്നത്. 12,000 രൂപ ഫീസുള്ള കോഴ്സുകളാണ് സൗജന്യമായി നൽകുന്നത്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേർന്നു. വിപിൻ, വലിയ ചുവടുവയ്പ്പാണ്. അതിൻ്റെ വിദ്യാരംഭം, ആ ചടങ്ങുകൾ തുടങ്ങിയോ? ചടങ്ങുകൾ തുടങ്ങിയിരിക്കുന്നു. ആഷ്മി, സെന്റ് തെരേസ് കോളേജിന്റെ പ്രൗഢമായ ചടങ്ങിൽ ഇപ്പോൾ വിദ്യാരംഭം കുറിച്ചിരിക്കുകയാണ്. വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്ന ഓരോ വിദ്യാർത്ഥികൾക്കുമുള്ള ഒരു വിദ്യാരംഭം എന്നുള്ള നിലയിലാണ് 24 സ്റ്റഡി അബ്രോഡ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ 24ന്റെ ചീഫ് എഡിറ്റർ ആയിട്ടുള്ള ആർഷികണ്ണൻ നായർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ എത്തുകയും ഈ ചടങ്ങ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. IELTS അതുപോലെ തന്നെ PT തുടങ്ങിയിട്ടുള്ള വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടി അവരെ സഹായിക്കുന്ന, അവിടുത്തെ സർവകലാശാലകളിൽ പഠിക്കുന്ന വേണ്ടി സഹായിക്കുന്ന കോഴ്സുകൾ, ആ കോഴ്സുകളിലേക്ക് അത് സൗജന്യമായിട്ടാണ് നൽകുന്നത്. ഒപ്പം തന്നെ അവർക്ക് വേണ്ട ഒരു മാർഗനിർദ്ദേശം നൽകുക എന്നുള്ളത് കൂടിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യ ബാച്ച് അങ്ങനെ പഠിച്ചിറങ്ങിയിരിക്കുന്നു. ഈ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം അവരുടെ ഗുരുക്കന്മാർ തന്നെ നൽകും. ഒപ്പം തന്നെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ, അതും ഇന്നത്തെ ഒരു ചടങ്ങിന്റെ പ്രത്യേകതയാണ്. അങ്ങനെ ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ 24ന്റെ ഈ ഒരു സ്റ്റഡി അബ്രോഡ് എന്നുള്ള ഈ ഒരു സംരംഭത്തിന്റെ അതിന് മുന്നണി പോരാളിയായിട്ട് തന്നെ നിൽക്കുന്നത് ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ സാറാണ്. സാർ ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങിന്റെ ഒരു പ്രൗഢി വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയുമാണ്. ആഷ്മി, അവിടെ ഭദ്രദീപം കൊളുത്തിയാണ് ആ വിദേശ പഠന വിദ്യാരംഭം അത് തുടക്കമാവുകയാണ്. അവിടെ 24 സ്റ്റഡി അബ്രോഡിന്റെ നേതൃത്വത്തിലാണ് വിജയദശമി ദിനത്തിൽ വിദേശ പഠനത്തിന് വിദ്യാരംഭം കുറിക്കപ്പെടുന്നത്. അതിൻ്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കാണുന്നത്. വിദേശ സർവകലാശാലകളിൽ ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്ന കോളേജ് വിദ്യാർത്ഥികൾക്ക്, സ്കൂൾ വിദ്യാർത്ഥികൾക്കൊക്കെ സൗജന്യമായ ഓൺലൈൻ IELTSും PTയും ഒക്കെ ഈ വിദേശ പഠനത്തിനേറെ നിർണായകമായ ഫാക്ടേഴ്സാണ്. അപ്പോൾ സൗജന്യ ഓൺലൈൻ IELTS ഒക്കെ നല്ല ഫീസ് വാങ്ങി ആളുകൾ പഠിപ്പിക്കുന്ന പരിപാടിയാണ് കേട്ടോ. IELTS PT പരിശീലനം ആണിപ്പോൾ അവിടെ സൗജന്യമായി നൽകുന്നത്. 12,000 രൂപ ഫീസുള്ള കോഴ്സുകളൊക്കെ ഫ്രീ ആയി പഠിപ്പിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ വിദേശ പഠന വിദ്യാരംഭം എന്ന പരിപാടി ഇതാ അവിടെ ഭദ്രദീപം കൊളുത്തി ഈ സമയം മുതൽ തുടങ്ങുകയാണ് അവിടെ. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേർന്നു. വിപിൻ, എത്രത്തോളം പ്രൗഢമായ ഒരു വേദിയാണ്, എത്രത്തോളം പ്രൗഢമായ സദസ്സാണ്, എത്രത്തോളം പങ്കാളിത്തം പരിപാടിക്കുണ്ട് വിപിൻ? അതെ, നിറഞ്ഞു നിൽക്കുന്ന ഒരു സദസ്സ് എന്ന് തന്നെ പറയാവുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഈ വിദേശത്തേക്ക് പോയി പഠിക്കുക എന്നുള്ളത് ഒരുപാട് പുതിയൊരു തലമുറയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും. പക്ഷേ ഒരു കീറാമുട്ടിയായിട്ട് പലപ്പോഴും നിൽക്കുന്നത് അവരുടെ ഒരു ഭാഷയിലുള്ള ഒരു പരിജ്ഞാനത്തിന്റെ ഒരു കുറവ്. ഒപ്പം തന്നെ അവിടെ പോയി ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം, ഏത് കോഴ്സായിരിക്കും തനിക്ക് ഉതകുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ആഷ്മി അറിയാവുന്ന പോലെ തന്നെ ഏറ്റവും നമ്മളൊരു 3-4 രാജ്യങ്ങളായിരിക്കും പലപ്പോഴും നമ്മുടെ മുന്നിലേക്ക് ആദ്യം വരിക, UK, കാനഡ തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള ഒരു വലിയ സാധ്യതകളുണ്ട്, വലിയ യൂണിവേഴ്സിറ്റികളുണ്ട്, അവിടുത്തെ പ്രധാനപ്പെട്ട കോഴ്സുകളുണ്ട്. അവിടേക്ക് ആ കുട്ടികൾക്കൊരു മാർഗദർശനം നൽകുക, മാർഗദർശിയായിട്ട് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് 24 ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. അതിന്റെ ആദ്യത്തെ ബാച്ച് പുറത്തിറങ്ങുന്നു. ആ വിദ്യാർത്ഥികളുമായിട്ട് നമ്മൾ സംസാരിച്ചു. അവർക്ക് ആ ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഓരോ വിദ്യാർത്ഥിയും നമ്മളോട് പറയുന്നത്. അവർക്ക് ഈ 6 ആഴ്ചത്തെ ഒരു കോഴ്സ് കൊണ്ട് അവർക്ക് അവിടേക്ക് പോകാനും, അവിടേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ അവിടെ ഏത് പഠിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു തെളിച്ചമുള്ള ഒരു ബോധ്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെ ഈ കോഴ്സിന്റെ ഒരു മേന്മ നമുക്ക് വിളിച്ചോന്നാണ്. അപ്പോൾ കൂടുതൽ വിദ്യാർത്ഥികൾ ഇവിടേക്ക് വന്നിരിക്കുന്നു. അവർ പുതിയ അഡ്മിഷൻ എടുക്കുന്നു, മറ്റ് രാജ്യങ്ങളെക്കുറിച്ചും അവിടുത്തെ യൂണിവേഴ്സിറ്റികളെ കുറിച്ചും പഠിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ആദ്യത്തെ ബാച്ചിനും ഒപ്പം തന്നെ പുതിയ ബാച്ചുകൾക്കുള്ള ഒരു അഡ്മിഷന്റെ സർട്ടിഫിക്കറ്റ് കൂടി ഇന്ന് ഇവിടെ വെച്ച് നൽകും. അതിനൊപ്പം തന്നെ ഗുരുവന്ദനം ഉൾപ്പെടെയുള്ള ഇന്ന് ഈ വിജയദശമി ദിനത്തിൽ തന്നെ ആ ഒരു ഗുരുവന്ദനം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ കൂടി നടക്കുകയാണ്. കൂടുതലായിട്ട് അവർക്ക് അത്തരത്തിൽ ഈ 24 സ്റ്റഡി അബ്രോഡിൽ പഠിച്ച് വിദേശ സർവകലാശാലയിൽ ഒരു അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അവർക്കുള്ള ആൻഡ്രോയിഡിന്റെ ടാബ് ഉൾപ്പെടെ സൗജന്യമായി തന്നെ നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ വളരെ പ്രൗഢമായിട്ടുള്ള ഒരു ചടങ്ങ് ഇതിനോടകം തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. ചാൻസലർ ആയിട്ടുള്ള ബാബു സെബാസ്റ്റ്യൻ സാറൊക്കെ നമ്മോട് സംസാരിച്ച പോലെ തന്നെ ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ട് ഓരോ വിദ്യാർത്ഥിക്കും അവർക്ക് പോകേണ്ട ഒരു വഴിയെക്കുറിച്ച്, അവർക്ക് പഠിക്കേണ്ടത് എന്താണ്, അവരുടെ ഒരു കുറവ് എന്താണെന്ന് പറയുകയും അത് നികത്തി കൊടുക്കുകയുമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് എന്നുള്ളത് കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് ആ ചടങ്ങിന്റെ അതിന്റെ ഉദ്ഘാടന സെക്ഷനിലേക്ക് ഇതിനോടകം തന്നെ നമ്മൾ കടക്കുകയാണ്. ആഷ്മി, ഓക്കെ, ഈ വിദേശ പഠന ആ മേഖല ഒരുപാട് ചൂഷണങ്ങളുടെ ഒരു മേഖലയാണ്. ഒരുപാട് ചതിക്കുഴികളുടെയും ഒരുപാട് കെണിക്കുഴികളുടെ ഒക്കെ മേഖലയാണ്. ആ മേഖലയിൽ അതിലൊന്നും വീഴാതെ നമ്മൾക്ക് വിദേശ പഠനം ആഗ്രഹിക്കുന്ന കുട്ടികളെ കൈപിടിച്ച് നേരാവഴിക്ക് നടത്തുക എന്നുള്ളത് തന്നെയാണ് 24 സ്റ്റഡി അബ്രോഡ് ലക്ഷ്യം.
ഇതിപ്പോൾ അതിനാവശ്യമുള്ള അല്ലെങ്കിൽ വിദേശ പഠനത്തിന് ആവശ്യമുള്ള IELTS അടക്കമുള്ള കോഴ്സുകളുടെ സൗജന്യ പഠനത്തിന്റെ ഉദ്ഘാടനമാണ് വിദേശ പഠന വിദ്യാരംഭം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.